സാർ ഈ ഡിസിഷൻ്റെ ഒരു ടൈമിങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതുപോലെ ഡിസിഷൻ എടുക്കുന്ന രീതി. പക്ഷേ ദർ ആർ ടൈംസ് വെൻ ദർ ആർ മെനി പാർട്ടീസ് ഇൻവോൾവ്. ചില സമയങ്ങളിൽ യു നോട്ട് 100% ഷുവർ ഈ ഡിസിഷൻ റൈറ്റ് ആണെന്ന്. ബിസിനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് 100%. ഈ ഒരു അത് റൈറ്റ് ആണോ റോങ് ആണോ എന്നുള്ളത് ഇത്ര ശതമാനം നമുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ഒരു റിസ്ക് അനാലിസിസ് നടത്തുമ്പോൾ ആസ് എ ബിസിനസ്സുകാരൻ സാറ് അത് എത്ര പെർസെൻറ്റേജിലാണെങ്കിൽ ആ റിസ്കിലോട്ട് എടുത്ത് ചാടും? അവിടെ ഞാൻ മുമ്പേ കാൽക്കുലേറ്റഡ് എന്ന് പറയുമ്പോഴും അതിൻ്റെ കൂടെ ഒരു പ്ലസ് ഇടാൻ പറ്റുപോയി. ഇൻറ്റ്യൂഷൻസും ഉണ്ട്. ഇപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് കാൽക്കുലേഷൻസ് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് പ്രീവിയസ് ഹിസ്റ്ററിയിലുള്ള ഡേറ്റയാണല്ലോ. മറ്റേത് ഇൻറ്റ്യൂഷൻ നമ്മളൊരു പ്രഡിക്ഷനാണല്ലോ. ഇതിൻ്റെ ഒരു പ്രോപ്പർ ബ്ലെൻഡിലാണ് പല ഡിസിഷൻസും നമ്മളൊക്കെ എടുക്കാറുള്ളത്. കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ അവിടുത്തെ എക്സിസ്റ്റിംഗ് ആളുകൾ എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു, മാർക്കറ്റ് എങ്ങനെ ആക്ട് ചെയ്യുന്നു, അല്ലേ, അതൊക്കെയാണല്ലോ നമ്മൾ. പക്ഷേ അവിടെ നമ്മൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മുടെ ഇൻറ്റ്യൂഷനാണ്. അപ്പോൾ ആ ഇൻറ്റ്യൂഷനകത്ത് നമ്മുടെ എന്തെങ്കിലും സവിശേഷമായി നമുക്കവിടെ പുതിയതായിട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ആ ഇൻറ്റ്യൂഷനിൽ വരും. അപ്പം ഈ ഇൻറ്റ്യൂഷൻ ചിലർക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റാറുണ്ട്. അവിടെ മുമ്പേ പറഞ്ഞ് ഈ കാൽക്കുലേഷന് പുറത്തുള്ളൊരു കാര്യമാണ്. കാൽക്കുലേഷൻ പുറത്തൊരു കാര്യം കൊണ്ടുണ്ട്, ഞാനത് വിട്ടുപോയതാണ്. ഇതിൻ്റെ ഒരു മിക്സാണ്. അപ്പം ഈ ചില സമയത്ത് ചിലരുടെ ഇൻറ്റ്യൂഷൻസ് ലേക്ക് അവർ പോകുമ്പോൾ ഈ വൈകാരികത കൂടുന്നതാകാം. എനിക്കറിയില്ല, ഞാനത് പറയാൻ ആളല്ല, അതിൻ്റെ ഒരു എക്സ്പേർട്ടല്ല ഞാൻ. തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ മനഃശാസ്ത്രത്തെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ അതിനകത്തൊരു അതിവൈകാരികത പലപ്പോഴും നമ്മളിടുമ്പോൾ, ഇപ്പം നമ്മളൊരു സ്ഥലത്തൊരു സ്റ്റോർ ഇടുന്നത് നമുക്ക് ജയിക്കാൻ വേണ്ടി നമുക്കൊരു സ്ഥലത്തൊരു സ്റ്റോർ ഇടാം. പക്ഷെ മറ്റൊരാളെ തോൽപ്പിക്കാനായിട്ടൊരു സ്റ്റോർ ഇടുന്നത് അതൊരു വൈകാരിക ഡിസിഷനാണ്. തോൽപ്പിക്കാൻ വേണ്ടി ഇടത്തില്ലെന്നല്ല, പക്ഷേ നമ്മൾക്ക് ജയിക്കാമെന്ന് പറഞ്ഞൊരു പോസിറ്റീവായിട്ടുള്ള നോട്ടാണല്ലോ. അപ്പം അവിടെ അതിനുള്ള പൊട്ടൻഷ്യൽ എന്തൊക്കെയുണ്ടോ, നമുക്ക് ജയിക്കാൻ സാധ്യതകളുണ്ടോ, നമ്മുടെ ഇത് സാധ്യത എവിടെ ഉണ്ടോ, പൊട്ടൻഷ്യൽ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് പോകാം. അപ്പോൾ ഇൻറ്റ്യൂഷൻ പലപ്പോഴും പാളിപ്പോകുമ്പോഴാണ് ചില ഡിസിഷൻസ് പാടുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ഇൻറ്റ്യൂഷനകത്ത് വൈകാരിക എലിമെൻ്റ് എത്രത്തോളം കൂടുതലുണ്ടോ അത് ആയിരിക്കാം എനിക്ക് തോന്നുന്നു. ഇൻറ്റ്യൂഷൻ്റെ കാര്യം സാറ് പറഞ്ഞു. ഇതുപോലെ തന്നെ ഞാൻ അതിനോട് ചേർത്ത് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ലക്ക് എന്നുള്ളത്. ഓക്കെ, ഒരു ബിസിനസ്സുകാരൻ്റെ ലൈഫിൽ ശരിക്കും സാർ ഇപ്പോൾ ഇത്രയോ വർഷമായി സാർ എത്ര സാഹചര്യങ്ങളിൽ കൂടെ കടന്നുപോയി. ഏതെങ്കിലുമൊക്കെ പോയിന്റിൽ തോന്നിയിട്ടുണ്ടോ എൻ്റെ ഡിസിഷൻ പ്ലസ് ഇൻറ്റ്യൂഷൻ പ്ലസ് ഈ ഒരു ലക്കും കൂടി, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? ലക്കിനൊരു പാർട്ടുണ്ടോ? ലക്കെന്നാണ് അതിന് വിളിക്കേണ്ടത്. പക്ഷേ ഞാൻ എൻ്റെ തീരുമാനങ്ങളോ എൻ്റെ ഇൻറ്റ്യൂഷനോ കറക്റ്റ് ആയതുകൊണ്ട് ബിസിനസ് വിജയിച്ച ഒരാളായിട്ട് മാത്രം കരുതുന്ന ഒരാളല്ല. ഞാൻ അങ്ങനെ കരുതുന്നില്ല. ഞാൻ എന്നിലേക്ക് വന്നു ചേർന്ന ഒരു കാര്യങ്ങളായിട്ടാണ് ഇതിനെല്ലാം കാണാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം നമ്മുടെ നല്ല ടീമാകട്ടെ, അല്ലെങ്കിൽ നല്ല കസ്റ്റമർ ആകട്ടെ, ഇതൊക്കെ നമ്മളിലേക്ക് വന്നു ചേരുകയാണ്. എനിക്കെപ്പോഴും അങ്ങനെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ എന്നോട് രേണു ചോദിച്ചൊരു കാര്യം കൂടെ ഞാനൊന്ന് കൂട്ടി ഇപ്പം പറയാം. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടുമ്പോൾ ഉള്ളൊരു കാര്യത്തെ, അപ്പം എനിക്കെപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ കിട്ടാറുണ്ട്. ഇനി എൻ്റെ ആഗ്രഹങ്ങൾ ചെറുതായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ ചെറിയ കാറായിരിക്കും ചിലപ്പോൾ ഞാൻ ആഗ്രഹിക്കും, അപ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ വലിയ കാർ നിർബന്ധമായിട്ട് എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ വളരെ കൂടുതൽ നമുക്ക് എപ്പോഴും കിട്ടാറുണ്ട്. അപ്പം അതിനെ ലക്കെന്ന് വിളിക്കാമെങ്കിൽ ഉറപ്പായിട്ടും അത് ലക്കാണല്ലോ. അത് നമ്മുടെ ഒരു എഫേർട്ടോ, നമ്മുടെ എഫേർട്ട് ഇടുന്നത് നമ്മുടെ പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയില്ല. അപ്പോൾ അതിൽ കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതിന് മുകളിൽ നമുക്ക് കിട്ടിയെന്ന്. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നതിന് മുകളിലേ ഇതുവരെ അങ്ങനെ എല്ലാ സമയത്തും എനിക്ക് തോന്നുന്നു ഞാൻ ആഗ്രഹിച്ചതിൽ എത്രയോ കൂടുതൽ ഇങ്ങനെ നമുക്ക് ലഭിക്കാറുണ്ട്. അത് ഞാൻ പണം മാത്രമല്ല കേട്ടോ, സ്നേഹം, കരുതൽ, അങ്ങനെ എല്ലാ ആസ്പെക്റ്റും നമുക്ക് മനുഷ്യരിൽ നിന്നുള്ള നമ്മുടെ സ്ഥാപനത്തിനകത്തുനിന്നും പുറത്തുനിന്നും ഒക്കെ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്ന ഭയങ്കര നമ്മൾ ആഗ്രഹിക്കുന്നതിന് മുകളിലുള്ള കാര്യങ്ങളാണ്. അപ്പം ആ രീതിയിൽ അതിനെ ഭാഗ്യം എന്ന് വിളിക്കാമെങ്കിൽ അത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഇപ്പം ഓക്സിജൻ എന്ന് പറയുന്ന ബ്രാൻഡിലേക്ക് വരുമ്പോൾ ഇന്നോവേഷൻസ് ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം നേരത്തെ സാർ പറഞ്ഞ പോലെ ലാപ്ടോപ്പ് തുറന്നിട്ടൊരു എക്സ്പീരിയൻസ് കൊടുക്കുക, അങ്ങനെ ഈ വന്ന സമയങ്ങളിൽ ഇന്നോവേറ്റീവായിട്ടുള്ള വേറെയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇനിയും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഓക്സിജൻ്റെ പ്ലാൻ കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ റിസ്ക് പലപ്പോഴും എടുത്തിട്ടുള്ളത്. ലാപ്ടോപ്പ് തുറന്ന് ആദ്യം കേരളത്തിൽ വെച്ചപ്പോൾ ആ ലാപ്ടോപ്പ് വിറ്റ് പോയില്ലെങ്കിൽ അത്രയും എമൗണ്ട് നമ്മുടെ സ്റ്റക്കാണ്. തുറന്നു വെച്ച ലാപ്ടോപ്പുകളെ അങ്ങനെ വിറ്റ് പോകുമോ, അല്ലെങ്കിൽ തുറന്നു വെച്ചാൽ അത് ആളുകൾ അത് അങ്ങനെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു റിസ്ക് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള റിസ്ക്കുകൾ, അപ്പം ഈ സ്റ്റോർ എക്സ്പീരിയൻസിനകത്ത് നമ്മളിപ്പോഴും റിസ്ക്കുകൾ എടുക്കാറുണ്ട്. അപ്പം ഇന്നോവേഷൻ, ഇപ്പം ഏറ്റവും കുറഞ്ഞ പേഴ്സണൽ കമ്പ്യൂട്ടർ ഞങ്ങൾ 20 വർഷം മുമ്പ് തന്നെ 9999, അതായത് 10,000 1 രൂപ കുറച്ച് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ, കൈരളി കമ്പ്യൂട്ടർ ആണല്ലേ, മലയാളീകരിച്ചൊരു പേരൊക്കെ ഇട്ട് കൈരളി കമ്പ്യൂട്ടർ ഞങ്ങൾ അന്നിൻ്റെ. അപ്പോൾ അതൊരു ഹ്യൂജ് റിസ്ക് ആയിരുന്നു. ബൾക്കായിട്ട് ഞങ്ങൾക്ക് അതിന് വേണ്ടി എൻ്റെ മദർ ബോർഡും പ്രൊസസ്സറും ഒക്കെ വാങ്ങേണ്ടി വന്നു, വലിയ നെഗോസിയേഷൻസ് ഒക്കെ. അപ്പം 1 രൂപ പോലും നമ്മൾ അതിനകത്ത് പ്രോഫിറ്റ് കാര്യമായിട്ട് ബുക്ക് ചെയ്തില്ല. പക്ഷേ കമ്പ്യൂട്ടറിനെ ജനകീയമാക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ഇൻറ്റൻഷൻ. അതിനകത്ത് ജനകീയമായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബിസിനസ് കിട്ടും എന്നുള്ളതായിരുന്നു. ഇപ്പോൾ സാർ പറഞ്ഞ പോലെ ലാപ്ടോപ്പിൻ്റെ ആവറേജ് വില, അതെ ആവറേജ് മാറി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള റിസ്ക്കുകളും അങ്ങനെയൊക്കെയുള്ള ഇന്നോവേഷൻസും, അതായത് ഇതിനൊന്നും ജനകീയവൽക്കരിക്കപ്പെടേണ്ടതുണ്ടായിരുന്നു ആ സമയത്ത്. ഇന്നിപ്പോൾ ഇതെല്ലാം വളരെ കോമൺ ആയി കഴിഞ്ഞു. പണ്ട് കമ്പ്യൂട്ടറിന് 1,00,000 രൂപ വില എന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ നമ്മൾ 10,000 രൂപ എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാർക്കും ഇതെടുക്കാനുള്ളൊരു
കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക, അതാണ്. പിന്നെ ഒരു ബിസിനസ്സിൽ മാർക്കറ്റ് അവെയർനെസ് നിങ്ങൾക്കുള്ള പോലെ തന്നെ കസ്റ്റമറും അവെയർ ആയിരിക്കണം എന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. പലപ്പോഴും കസ്റ്റമറുടെ എക്സ്പെക്റ്റേഷൻസ് നമ്മൾ വിചാരിക്കുന്നതിനും വളരെ മുകളിലേക്കായിരിക്കാം. അപ്പം കസ്റ്റമർ അവെയർ ആയിരുന്നെങ്കിൽ എന്ന് കരുതുന്ന സന്ദർഭങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ടോ ഈ മാർക്കറ്റിൽ? കുറഞ്ഞു വരികയാണ്, വളരെ കുറഞ്ഞു വരികയാണ്. കസ്റ്റമർക്ക് നല്ല അവെയർനെസ് ഉണ്ട്. പലപ്പോഴും നമ്മളെക്കാൾ അവർ സ്റ്റഡി ചെയ്തിട്ടാണ് വരുന്നത്. വളരെ സൗകര്യമാണ്. ഞാനതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം കൺഫ്യൂഷൻസ് പിന്നീട് ഒഴിവാക്കാം. അവർക്ക് ഓൾറെഡി കാര്യങ്ങൾ അറിയാം. നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തൊരു ഉൽപ്പന്നമായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്. പിന്നീടൊരു കൺഫ്യൂഷനും പരാതികളും കുറയുമല്ലോ. മറ്റേത് അവർക്കൊന്നും അറിയില്ല, നമ്മൾ മാത്രമായിട്ട് സജസ്റ്റ് ചെയ്ത ഉൽപ്പന്നം അതെങ്ങാനും സ്യൂട്ടായില്ലെങ്കിൽ നമ്മൾ ചീറ്റ് ചെയ്ത പോലെയൊക്കെ അവർക്ക് തോന്നാമല്ലോ. അപ്പോൾ കുറച്ചുകൂടെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ വന്നു ഇപ്പം കാര്യങ്ങൾ. അത് വളരെ പോസിറ്റീവാണ്. അതുപോലെ സാറിൻ്റെ ലീഡർഷിപ്പ് സ്റ്റൈൽ, ഇപ്പം ചില ആളുകളുണ്ട്, ഇപ്പോൾ CEOs ആണെങ്കിലും MDs ആണെങ്കിലും ഒന്നവർ ആർക്കും അപ്രോച്ചബിൾ ആയിരിക്കില്ല, അവരുടെ അടുത്തേക്ക് വരാൻ പറ്റില്ല. സജഷൻസ് പറഞ്ഞാലും ഈഗോ മുന്നിൽ നിൽക്കുന്ന വലിയ ചില ബിസിനസ്സുകാരുടെ ആയിട്ടുള്ള അടുത്ത് ഇടപഴകിയിട്ടുള്ളതിൽ നിന്ന് എനിക്കറിയാം. ഇപ്പം അപ്പനും മകനും ആണെങ്കിൽ പോലും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഐഡിയാസ് പറയുന്നത് ഇഷ്ടമല്ലാത്ത പോലെ പെരുന്തച്ചൻ കോംപ്ലക്സ് ഉള്ള സ്ഥലങ്ങളുണ്ട്. അപ്പം ആസ് എ ലീഡർ, കാരണം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ബി എ ഗുഡ് ലീഡർ, ഒരു കമ്പനിയെ ഏറ്റവും മുന്നിലോട്ട് നയിക്കുക എന്നുള്ളതിൽ. അപ്പോൾ സാറിൻ്റെ ലീഡർഷിപ്പ് സ്റ്റൈൽ, അങ്ങനത്തെ ഒരു മാനേജ്മെൻറ്റ് സ്റ്റൈൽ അതെങ്ങനെയാണ്? ഒന്ന്, എൻ്റെ പരിമിതികൾ എനിക്ക് നന്നായി അറിയാം എന്നുള്ളതാണ്. ഞാൻ ഇത്രയേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവ് ഉള്ളതുകൊണ്ട് തന്നെ അഭിപ്രായങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുക നമ്മൾ കേൾക്കാനായിട്ട്. വാസ്തവത്തിൽ എന്തെങ്കിലും കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു അഭിപ്രായം ഓക്സിജനിൽ ആരെങ്കിലും പറയണം എന്നാണ് രാവിലെ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും ഒരു പുരോഗമനപരമായിട്ടുള്ള നമുക്ക് കൺസ്ട്രക്റ്റീവായിട്ടുള്ളൊരു തോട്ട് ഓക്സിജന് വേണ്ടി നമ്മുടെ ടീമിലുള്ള ആൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ പരിമിതമായ കഴിവുകളുള്ള ആളാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം അഭിപ്രായങ്ങളെ ഭയങ്കരമായിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കും. നമ്മളത് ചർച്ച ചെയ്യുന്നു, നമ്മളത് അതിനകത്ത് പ്ലസും മൈനസും നമ്മൾ അവരുമായിട്ട് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്നു, ആ തീരുമാനം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഇതുവരെ പോയിട്ടുള്ളത്. അതുപോലെ സാറിനൊരു വലിയ ആക്സിഡൻറ്റ് ഒരിടയ്ക്ക് നടന്നിട്ടുണ്ട്. എന്തായിരുന്നു സാർ? കാർ ആക്സിഡൻ്റ് ആയിരുന്നു. അതെ. അതൊക്കെ നമുക്ക് ഭയങ്കര പിന്നീട് പോസിറ്റീവായിട്ട് മാറാണ്. ഈ കാർ ആക്സിഡൻറ്റ് പോസിറ്റീവ് എന്നല്ല ഞാൻ പറഞ്ഞത്. അതിനുശേഷം ഞാൻ ഈ ഒരു 6 months ഫുള്ള് വീട്ടിൽ തന്നെയൊക്കെ റെസ്റ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഇങ്ങനെ ബെഡ് റിഡനൊക്കെ ആയിരുന്നു. ആ സമയത്തൊക്കെ ഒത്തിരി നമുക്ക് ചിന്തിക്കാനുള്ള സമയം കിട്ടി. നമുക്ക് വലിയ റിയലൈസേഷൻസ് നമുക്ക് ധാരാളം വായിക്കാനും ഒക്കെയുള്ള സമയം കിട്ടുകയാണല്ലോ. അപ്പം നമ്മളുടെ പല കാര്യങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾക്കൊക്കെ ഒരു മാറ്റം അങ്ങനെയും ഞാൻ ആ അവസരത്തെ പോസിറ്റീവായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ അറസ്റ്റ് ചെയ്ത സമയമൊക്കെ പല ടീമിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അതായത് എല്ലാം പീപ്പിളാണെന്നുള്ളൊരു തിരിച്ചറിവ് അല്ലേ. നമ്മൾ ബിസിനസ്സിൽ ഫുൾ ടൈം ലൈവായിരുന്ന സമയത്ത് ആണ് അതുണ്ടാകുന്നത്. ആ സമയത്ത് നമ്മളെ താങ്ങി നിർത്തുന്ന നമ്മുടെ ടീമാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഈ ടീമിലേക്ക് നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത, അവരുടെ ഇമ്പോർട്ടൻസ് ഒക്കെ നമുക്ക് റിയലൈസ് ചെയ്യപ്പെട്ട അവിടെയാണ്. പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് കുറേ കാര്യങ്ങളിൽ നമുക്ക് ഈ ഒഴിവ് സമയം കിട്ടുകയാണല്ലോ. അപ്പോൾ അങ്ങനെ വായിക്കാനും പല കാര്യങ്ങളും മനസ്സിലാക്കാനും ഒരു വലിയ അവസരമായിട്ടത് മാറി.